മില്ലത്തിന്റെ നേതാവ് ഖലീലുല്ലാഹി ഇബ്രാഹിം. എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ, നമുക്ക് ആർക്കെങ്കിലും ഒരു തോന്നൽ ഇതുവരെ വന്നോ, ഞാൻ നിസ്കരിച്ചത് കൊണ്ട് നിസ്കാരക്കാരനായി എന്ന് പറഞ്ഞു എന്നല്ലാതെ, ഖുർആൻ ഓതിയത് കൊണ്ട് ഞാനൊരു ഓത്തുകാരനായി പറഞ്ഞു എന്നല്ലാതെ, ഇൽമു പഠിച്ചത് കൊണ്ട് ഞാനൊരു ആലിമായി എന്ന് പറയുന്നു എന്നല്ലാതെ, ഇതൊക്കെ എന്റെ റബ്ബൊന്ന് സ്വീകരിച്ചു കിട്ടണമെന്ന ഒരു താഴ്മയുടെ ഖൽബ്, ഒരു ഖബൂലിയത്തിന്റെ ആഗ്രഹം നമ്മുടെ ഖൽബിൽ വേണ്ടേ? അല്ലാഹു നമ്മുടെ അമലുകൾ സ്വീകരിക്കട്ടെ, നമ്മുടെ ഇൽമു അല്ലാഹു കബൂൽ ചെയ്യട്ടെ. എല്ലാം റബ്ബ് ആഖിറത്തിൽ പ്രതിഫലം ലഭിക്കുന്ന രീതിയിലാക്കി റബ്ബ് മാറ്റിത്തരട്ടെ. മാന്യ സഹോദരന്മാരെ, സഹോദരികളെ, ഇബാദത്ത് റബ്ബ് സ്വീകരിച്ചു കിട്ടണം. ആ ഇബാദത്ത് റബ്ബ് സ്വീകരിച്ചു കിട്ടണമെങ്കിൽ പടച്ച റബ്ബ് അതിന് പ്രത്യേകമായൊരു നിബന്ധന വെച്ചിട്ടുണ്ട്. എല്ലാ നിസ്കരിക്കുന്നവന്റെ നിസ്കാരവും പടച്ച റബ്ബ് സ്വീകരിക്കൂല, എല്ലാ ഖുർആനോത്തും പടച്ച റബ്ബ് സ്വീകരിക്കൂല, എല്ലാവരുടെ നോമ്പും പടച്ച റബ്ബ് സ്വീകരിക്കൂല. സ്വീകരിക്കണമോ? ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. മുത്തഖീങ്ങളുടെ ഇബാദത്ത് മാത്രമേ അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ. അല്ലാഹുവിനിക്ക് തഖ്വ ചെയ്യുന്ന ഖൽബ്, തികഞ്ഞ ഭക്തിയും താഴ്മയും റബ്ബിന്റെ അദാബിനെ പറ്റിയുള്ള പേടിയും അവന്റെ പ്രതിഫലത്തിലുള്ള ശക്തമായ ആഗ്രഹവും, ഇതെല്ലാം ഒത്തിണങ്ങിയ കിബറില്ലാത്ത, ഹസദില്ലാത്ത, ഫഖറില്ലാത്ത, റിയാ ഇല്ലാത്ത, പ്രതികാര ബുദ്ധിയില്ലാത്ത ആ നല്ലൊരു മനസ്സിന്റെ ഉടമയായി ഒരു മുത്തഖി എന്ന പദവി അലങ്കരിക്കാൻ കഴിയുന്നവരാരോ അവരിൽ നിന്നും മാത്രമേ പടച്ച റബ്ബ് സ്വീകരിക്കുകയുള്ളൂ എന്ന് ഖുർആൻ അടിവരയിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, മക്കളെ, നമുക്ക് അനിവാര്യമായത് തഖ്വയാണ്, നമുക്കാവശ്യമായത് സൂക്ഷ്മതയാണ്. ചെയ്യുന്ന പ്രവർത്തനങ്ങളിലൊക്കെയും നമുക്ക് തികഞ്ഞ ഭക്തി വേണം. വെറും ഒരു ബഹിർപ്രകടനമായി മാറിയാൽ പോരാ, നമ്മുടെ മനസ്സറിഞ്ഞുകൊണ്ടുള്ള ഇബാദത്താകണം. അല്ലാഹു നമ്മുടെ ഖൽബ് തഖ്വ കൊണ്ട് ധന്യമാക്കി തരട്ടെ. ആ തഖ്വ ഉണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവരുടെ ഫിത്ന പറയാൻ കഴിയില്ല, മറ്റുള്ളവരെ സംബന്ധിച്ച് ഫസാദ് പറയാൻ കഴിയില്ല, മറ്റുള്ളവരുടെ കുറ്റവും കുറവും നോക്കി നടക്കാൻ നമുക്ക് സമയമുണ്ടാകില്ല. നമ്മുടെയൊക്കെ സ്വഭാവം എന്തെന്താണ്? അവനവന്റെ കയ്യിൽ എന്തുണ്ടെന്ന് നോക്കാൻ സമയമില്ല. മറ്റുള്ളവരുടെ കുറ്റവും കുറവും, അവരെ പറ്റിയുള്ള പോരായ്മയും, അവരുടെ ഫിത്നയും ഫസാദും, ഇങ്ങനെ ഗീബത്തും നമീമത്തും, ഒരു ഭാഗത്ത് പേരിന് മറുഭാഗത്ത് നിസ്കാരം, നോമ്പ്, ദിക്ർ, സ്വലാത്ത്, അതുപോലെ മറ്റ് പലതും. എന്തുണ്ട് മക്കളെ ഇതുകൊണ്ട് കാര്യം? പടച്ച റബ്ബ് നമ്മുടെ ചെയ്യുന്ന അമലുകളൊക്കെ നഷ്ടപ്പെടാതെ ആഖിറത്തിൽ ഉപകരിക്കുന്ന രീതിയിൽ ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതിന് നമ്മുടെ ഖൽബ് തഖ്വയുള്ള ഖൽബാകണം, താഴ്മയുള്ള ഖൽബാകണം, ശുദ്ധിയുള്ള ഖൽബാകണം. ഈ ഹൃദയശുദ്ധി നമുക്കുണ്ടോ എങ്കിൽ സലാമത്താണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചല്ലോ, അലാ ഇന്ന ഫിൽ ജസദി മുദ്ഗ. അതേ മോനെ, നിന്റെ ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്, ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലു. ആ മാംസപിണ്ഡം നന്നായാൽ ശരീരം മുഴുവനും നന്നായി. വഇദാ ഫസദൽ ജസദു ഫസദ ഫസദൽ ജസദു കുല്ലുഹു. അത് മലീമസമായി പോയോ എങ്കിൽ ശരീരം മുഴുവനും മലീമസമായി. ഏതാണ് ആ മാംസപിണ്ഡമെന്നറിയുമോ? അലാ വഹിയൽ ഖൽബ്. അത് നിന്റെ മനസ്സാണ്, ഖൽബാണെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ഈ ഖൽബ് നമുക്ക് നന്നായി കിട്ടണം, മനസ്സ് നന്നായി കിട്ടണം. മനസ്സ് നന്നായാൽ സലാമത്തിന് അത് തന്നെ മാർഗം മതി എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഞാൻ ഒരൊറ്റ സംഭവം ഓർമ്മപ്പെടുത്തട്ടെ. എന്റെ പ്രസംഗം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, നിർത്തുകയാണ്. മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അവിടുത്തെ പ്രിയപ്പെട്ട സഹാബിവര്യന്മാരും ഇരിക്കുന്ന ഒരു സന്ദർഭം പള്ളിയിൽ പരിശുദ്ധമായ നിസ്കാരത്തിന്റെ ബാങ്ക് മുഴങ്ങിയിട്ടുണ്ട്.
പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും സുന്നത്ത് നിസ്കാരം നിർവഹിച്ചു ഇഖാമത്ത് ഇങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. പെട്ടെന്ന് അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിലേക്ക് തിരിഞ്ഞുകൊണ്ട് ഒരു പ്രഖ്യാപനം, യഅ്തി ഇലൈക്കും റജുലുൻ മിൻ അഹ്ലിൽ ജന്ന സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ഹബീബായ തങ്ങൾ സഹാബത്തിലേക്ക് തിരിഞ്ഞുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു, യഅ്തി ഇലൈക്കും റജുലുൻ മിൻ അഹ്ലിൽ ജന്ന, നിങ്ങളിലേക്ക് ഇതാ ഒരു സ്വർഗാവകാശി കടന്നു വരാൻ പോകുന്നു. അല്ലാഹുവിന്റെ റസൂലല്ലേ പറയുന്നത്. സ്വഹാബത്ത് ആകാംക്ഷയോടൊക്കെ ഇങ്ങനെ കാത്തിരിക്കുന്നു, ആരാണ് പഠിച്ചവൻ ഇപ്പൊ വരാൻ പോകുന്ന ഭാഗ്യശാലി. അല്പ മിനിറ്റുകളൊക്കെ കഴിഞ്ഞപ്പോ ഒരു മധ്യവയസ്കനായ ഒരു സ്വഹാബി വരും. കാണാൻ വലിയ ഭംഗിയും കോലവും മട്ടൊന്നുമില്ല. ആ ഒരു മധ്യവയസ്കനായ സ്വഹാബി വര്യൻ പരിശുദ്ധമായ മസ്ജിദ് നബവിയുടെ അടുക്കൽ വന്ന് തന്റെ കാലിൽ ധരിച്ച ചെരുപ്പൊരു ഭാഗത്ത് അഴിച്ചുവെച്ച് വളരെ താഴ്മയോടെ പള്ളിയിൽ കയറി സുന്നത്ത് നിസ്കരിച്ചു. സ്വഹാബത്തിന്റെ കൂട്ടത്തിലിരുന്നു. നിസ്കാരം ജമാഅത്ത് കഴിഞ്ഞു. സുന്നത്ത് നിസ്കാരവും ദിക്റും ദുആയൊക്കെ കഴിഞ്ഞിട്ടു എല്ലാവരും ഇറങ്ങിപ്പോന്ന കൂട്ടത്തിൽ മൂപ്പരും പോയി. അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു. രണ്ടാമത്തെ ദിവസവും അതേ നിസ്കാരത്തിന്റെ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും സുന്നത്ത് നിസ്കരിച്ചിരിക്കുന്നു. അന്നത്തെ ദിവസവും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെക്കുള്ള തിരിഞ്ഞുകൊണ്ട് പറയുന്നു, യഅ്തി ഇലൈക്കും റജുലുൻ മിൻ അഹ്ലിൽ ജന്ന, നിങ്ങളിലേക്ക് ഇതാ ഒരു സ്വർഗാവകാശിയായ മനുഷ്യൻ വരുന്നു. അന്നും സഹാബത്ത് വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്നു. ആ ദിവസവും കടന്നു വന്നത് ഇതേ മനുഷ്യൻ തന്നെ. അന്നത്തെ ദിവസവും കഴിഞ്ഞു. മൂന്നാമത്തെ ദിവസവും അതേ നിസ്കാരത്തിന്റെ സമയം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും ജമാഅത്തിന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്നു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്നും പ്രഖ്യാപിക്കുന്നു, യഅ്തി ഇലൈക്കും റജുലുൻ മിൻ അഹ്ലിൽ ജന്ന, സ്വർഗാവകാശിയായ ഒരു മനുഷ്യനതാ നിങ്ങളിലേക്ക് കടന്നു വരുന്നു. മൂന്നാമത്തെ ദിവസവും ഇതേ സ്വഹാബി വര്യൻ തന്നെയാണ് കടന്നു വരുന്നത്. അന്നത്തെ ദിവസത്തെ നിസ്കാരവും സുന്നത്തും ദിക്റും ദുആവും സുന്നത്ത് നിസ്കാരവും ഒക്കെ കഴിഞ്ഞ് ഈ മനുഷ്യൻ ഇറങ്ങിപ്പോകുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബാക്കളിൽ പ്രഗൽഭനായ ഒരു സഹാബി ഉണ്ടല്ലോ, മഹാനായ സയ്യിദുനാ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രത്യേകമായ ടൈറ്റിൽ തന്നെ മുത്തബിഉസ് സുന്ന എന്നാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ത് സുന്നത്താക്കി കൽപ്പിച്ചോ അതങ്ങനെ തന്നെ പരമാവധി ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുന്ന ആ വിഷയത്തിൽ ഒരു പ്രത്യേകമായ ഇൻട്രസ്റ്റ് ഉള്ള ഒരു വ്യക്തിത്വമാണ് ആ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. മൂന്നാമത്തെ ദിവസം ചിന്തിച്ചു, 3 ദിവസവും റസൂലുള്ളാഹ് യഅ്തി ഇലൈക്കും റജുലുൻ മിൻ അഹ്ലിൽ ജന്ന എന്ന പ്രഖ്യാപനം നടത്തിയപ്പോ തുടർച്ചയായി 3 ദിവസവും ഈ സദസ്സിലേക്ക് കടന്നു വന്നത് ഈ മനുഷ്യൻ തന്നെയാണല്ലോ. എന്നാൽ എന്താണ് ഈ മനുഷ്യനെ സംബന്ധിച്ച് ഹബീബായ തങ്ങൾ അതുപോലെ പറയാനുള്ള കാരണം എന്ന് ഒന്ന് പഠിക്കണമെന്ന് ചിന്തിച്ചുകൊണ്ട് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മൂന്നാമത്തെ ദിവസം ഈ സഹാബി വര്യൻ ഇറങ്ങിപ്പോകുമ്പോ പിന്നാലെ ചെന്നുകൊണ്ട് സലാം പറയുന്നു. അദ്ദേഹം തിരിഞ്ഞു സലാം മടക്കി. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരു അപേക്ഷ സമർപ്പിക്കുകയാണ്. ഞാൻ 3 ദിവസം നിങ്ങളോടൊന്നിച്ച് ഗസ്റ്റായിക്കൊണ്ട്, നിങ്ങൾ അതിഥിയായിക്കൊണ്ട് രാത്രിയിൽ നിങ്ങളുടെ വീട്ടിൽ കഴിച്ചുകൂട്ടാൻ ആഗ്രഹിക്കുന്നു, സമ്മതിക്കുമോ? ഈ മധ്യവയസ്കനായ സഹാബി സമ്മതം കൊടുത്തു. ശരിയായിക്കോട്ടെ. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു സംഭവം വിശദീകരിക്കുന്നു. 1ാമത്തെ രാത്രിയിൽ ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി. ഞാനും അദ്ദേഹവും ഒന്നിച്ച് ഭക്ഷണം കഴിച്ചു. കൃത്യമായി ഭക്ഷണം കഴിച്ച് ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് കിടന്നുറങ്ങി. പതിവ് പോലെ ഞാൻ പാതിരാത്രിയോടടുത്തെഴുന്നേറ്റു. ഞാൻ എന്റെ പതിവിലുള്ള ഇബാദത്തുകളൊക്കെ അങ്ങനെ ചെയ്യാൻ തുടങ്ങി. ഈ സമയത്തൊക്കെ റസൂലുള്ളാഹി സ്വർഗാവകാശി എന്ന് പ്രഖ്യാപിച്ച മനുഷ്യനുണ്ടല്ലോ, അദ്ദേഹം സുഖമായി കിടന്നുറങ്ങുകയാണ്. സുബഹിയുടെ സമയമാകുന്നതിന് അല്പം മുമ്പ് എഴുന്നേറ്റ്
വുളൂ ചെയ്ത് തഹജ്ജുദ് നിസ്കരിച്ചു. ആദിക്കും മൂപ്പരുടെ ദുആ നടന്നു കഴിയുമ്പോൾ സുബ്ഹിയായി നിസ്കരിച്ചു. ശേഷമുള്ള ആദത്തുള്ള ദിക്റുകളും മറ്റു ദുആകളൊക്കെ നടത്തി അദ്ദേഹം വീട്ടിൽ നിന്ന് പള്ളിയിൽ നിന്നിറങ്ങി പുറത്തോട്ട് പോവുകയും ചെയ്തു. അന്നത്തെ ദിവസം കഴിഞ്ഞു. അന്നെനിക്ക് കിട്ടിയിരിക്കുന്ന ഇൽമെന്താ? വിനീതനായ ഞാൻ ചെയ്യുന്ന അമലിന്റെ ഒരു ഭാഗം പോലും ഈ മനുഷ്യൻ ചെയ്യുന്നില്ല. പക്ഷേ റസൂലുള്ള ഇദ്ദേഹം സ്വർഗാവകാശിയാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. രണ്ടാമത്തെ ദിവസവും ഒരുമിച്ച് കൂടി. അന്നത്തെ അവസ്ഥയും ഇത് തന്നെ. മൂന്നാമത്തെ ദിവസവും ഒരുമിച്ച് കൂടി. അന്നത്തെ അവസ്ഥയും ഇത് തന്നെ. 3 ദിവസം കഴിച്ചു കൂട്ടിയിട്ട് ആകപ്പാടെ കിട്ടിയ ഒരു അനുഭവം, ഞാൻ ചെയ്യുന്നതിന്റെ പകുതി പോലും ഈ മനുഷ്യൻ നല്ല കാര്യം ചെയ്യുന്നില്ല. ഇത് കണ്ടപ്പോ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എന്താ ചെയ്തത്? വേഗം റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിട്ട്, നിങ്ങൾ എന്ത് പണിയാണ് ചെയ്ത്? ഞാൻ ചെയ്യുന്ന അമലിന്റെ പകുതിയും പോലും ചെയ്യാത്ത ഈ മനുഷ്യനെ പറ്റിയാ സ്വർഗാവകാശി എന്ന് പറയുന്നത് തെരിയിട എന്നാണോ പറഞ്ഞത്? അല്ല. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മൂന്നാമത്തെ ദിവസം ഈ സ്വഹാബി വര്യനോട് വളരെ താഴ്മയോടെ പറയുന്നു, ഞാൻ 3 ദിവസം നിങ്ങളോടൊന്നിച്ച് അതിഥിയായി കഴിഞ്ഞുകൂടിയല്ലോ. എന്തിനു വേണ്ടിയാണ് ഞാൻ ഇവിടെ കഴിഞ്ഞുകൂടിയത് നിങ്ങൾക്ക് മനസ്സിലായോ? അദ്ദേഹത്തിന്റെ പ്രതികരണമില്ല. എന്നാൽ ഞാനത് പറയാൻ ഇങ്ങനെയൊക്കെ 3 ദിവസം നിങ്ങളോടൊന്നിച്ച് അതിഥിയായി കഴിഞ്ഞുകൂടാനുള്ള കാരണം മറ്റൊന്നുമല്ല. 3 ദിവസം തുടർച്ചയായി ഞങ്ങൾ പള്ളിയിൽ ജമാഅത്ത് പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ ഒരു വാക്ക് പറയുന്നു, യഉതീലൈക്കും റജുലുൻ മിൻ അഹ്ലിൽ ജന്നാ, സ്വർഗാവകാശിയായ ഒരു മനുഷ്യൻ നിങ്ങളിലേക്ക് കടന്നു വരുന്നു എന്ന് പ്രവാചകൻ പ്രവചിച്ചപ്പോ ആ 3 ദിവസവും പള്ളിയിലേക്ക് കടന്നു വന്നത് നിങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ സ്വർഗാവകാശിയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. നിങ്ങൾ ആ രീതിയിൽ പ്രത്യേകമായ ഒരു സ്വർഗാവകാശിയാകാനുള്ള പരിഗണന ലഭിക്കത്തക്ക രീതിയിലുള്ളൊരു പ്രത്യേകമായ ഇബാദത്ത് നിങ്ങളിൽ എന്താണ് ഉള്ളത് എന്നൊന്ന് കണ്ടു പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോടൊന്നിച്ച് ഒരുമിച്ച് കൂടിയത്. 3 ദിവസം നിങ്ങളോടൊന്നിച്ച് ഞാൻ കഴിച്ചു കൂട്ടിയെങ്കിലും എനിക്കത് പിടുത്തം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് സാധുവായ അബ്ദുള്ളക്ക് നിങ്ങളോട് താഴ്മയോട് അപേക്ഷിക്കാനുള്ളത്, മഹാനവറുകളെ, ഞങ്ങളിലില്ലാത്ത ആ പ്രത്യേകത എന്താണെന്ന് എനിക്കുമൊന്ന് പറഞ്ഞു തരുമോ? ഈ വിനീതനായ അബ്ദുള്ളയും ആ പ്രവർത്തനം നടത്തിയിട്ടൊന്ന് സ്വർഗാവകാശികളിൽ പെടട്ടെ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, സഹാബത്തിന്റെയൊക്കെ ഖൽബിന്റെ ശുദ്ധി ആരാ? അബ്ദുല്ലാഹ് ഇബ്നു ഉമർ ചില്ലറക്കാരനല്ല. മുത്തബിഉസ് സുന്ന എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനവറുകൾ. ആ സഹാബി വര്യൻ വളരെ താഴ്മയോടെ ആ നന്മക്ക് വേണ്ടി യാചിക്കുകയാൽ ഈ മധ്യവയസ്കരായ സഹാബി വര്യൻ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് നോക്കി കണ്ണീരൊഴുക്കിക്കൊണ്ട് പറയുന്നു, അബ്ദുല്ലാഹ് ഇബ്നു ഉമറേ, സാധുവായ ഞാൻ നിങ്ങളെപ്പോലെ ഇൽമുള്ളവനല്ല, അമലുള്ളവനല്ല. നിങ്ങളുടെ ഒന്നും അമലിന്റെ ഒരു ചെറിയ ഭാഗം പോലും വിനീതനായി എനിക്കില്ല. അല്ലാഹുവിന്റെ റസൂൽ എന്നെ പറ്റി അങ്ങനെ പറഞ്ഞെങ്കിൽ അൽഹംദുലില്ലാഹ്, ആ വാക്കിന്റെ ബർക്കത്ത് കൊണ്ടെങ്കിലും ഞാൻ സ്വർഗാവകാശിയായി കിട്ടിയെങ്കിൽ എനിക്കൊരു പ്രത്യേക